അസ്സലാമലൈക്കും. ജിദ്ദ മല്ല വ്ളോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെ കൂടെ ഉള്ളത് യാസിർ, അനസ്, രാജു, മിസ്റ്റർ വലീദ്. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. പിന്നെ ഞാൻ മുബഷിർ. നമ്മൾ ജിദ്ദയിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ദൂരം അൽസൈഫ് ബീച്ച്. ഓക്കെ, രാത്രി യാത്രയും രാത്രി സ്റ്റേ, പിന്നെ ഡിന്നർ എന്ന് വെച്ചാൽ അൽഫഹാം നമ്മൾ മസാലയൊക്കെ പരട്ടിയിട്ടുണ്ട്. അപ്പം അൽഫഹാം ചെയ്യുന്നത് നമുക്ക് കാണാം. അതിന് മുന്നേ നിങ്ങൾ മസാല പരട്ടിയത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് പോവാം. ഓക്കെ, നമുക്കിനി അൽഫാം മസാല എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുക. മസാല തേക്കുന്നതിന് മുന്നേ ചിക്കനിൽ വിനെഗർ അപ്ലൈ ചെയ്യണം. ഇനി ചിക്കൻ എങ്ങനെ സ്ലൈസ് ആക്കും നോക്കോ. ഇനി കട്ട് ചെയ്ത ചിക്കനിലേക്ക് മസാല അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. ആറ് മണിക്കൂർ കഴിഞ്ഞു. മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കവറിലേക്ക് മാറ്റുവാണ്. കാറിൻ്റെ ഡിക്കിയിലേക്ക് മാറ്റി. അതിനുശേഷം നമ്മൾ യാത്ര പുറപ്പെട്ടു. നമ്മുടെ കൂടെയുള്ളവർ അവിടെ താമസിക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കി. അതുപോലെ വലീദ് പിന്നെ അൽഫാം തയ്യാറാക്കാനുള്ള കനൽ റെഡിയാക്കുമായിരുന്നു. ഏകദേശം കനൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അൽഫാം എങ്ങനെ റെഡിയാക്കാൻ നോക്കാം.
ചിക്കൻ കനലിൽ വേവിച്ചെടുക്കണം. ഒരിക്കലും തീ ആളിക്കത്താൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 5 മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്യുക. അതിനുശേഷം മറിച്ചിട്ടിട്ട് രണ്ടാമതും മറു സൈഡ് 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ സാധനം റെഡിയാവും. അയ്യോ, നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. നമ്മൾ ഡിന്നർ സെർവ് ചെയ്യുവാണ്. അൽഫാം റെഡി ആയിട്ടുണ്ട്. നാച്ചുറൽ മസാല ചേർത്ത ബഷീർഖാൻ്റെ അൽഫഹം ചിക്കൻ്റെ ലെഗ് പീസ്. ഓ മാൻ, ഒരു രക്ഷയില്ല. ജ്യൂസി എന്ന് പറഞ്ഞാൽ ഇതാണ് ജ്യൂസി. അടിപൊളി. എല്ലാം ഒരുമിച്ച് വന്നിട്ടുണ്ട്. സ്പൈസി മസാല ഒക്കെ അടിപൊളി. It's very tasty, Raju. നൈസാണ്. മസാല ഉഷാറാണ്, സോഫ്റ്റാണ്, ഒരു രക്ഷയില്ല. Mia. എല്ലാവരും നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഒരു വകയായി. ഡിന്നർ കഴിച്ചതിന് ശേഷം വലിയത് സൗദികളുടെ ഇഷ്ടവിനോദമായ ശീഷ റെഡിയാക്കി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നക്ഷത്രങ്ങളും ചന്ദ്രനെ നോക്കി ഞാൻ കിടന്നുറങ്ങിയത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ രാത്രി യാത്ര ഇത് അവസാനിച്ച് രാവിലത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ രാത്രി നമ്മൾ കടന്ന സ്ഥലമായത് കാണുന്നുണ്ടോ? ഈ ഒരു റോഡ് സൈഡിൽ സൂര്യൻ ചക്രവാളത്തിൽ ഉദിക്കുന്നു. അയ്യോ, മാറിപ്പോയി, അത് ചന്ദ്രനാണ്. സൂര്യനെ നമുക്ക് കാണിച്ചു തരാം.
ഇവിടുത്തെ പകൽ കാഴ്ചകൾ അടിപൊളിയാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ ബീച്ചിന് മറു സൈഡിലൊരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. അവിടെ ഫാമിലി ഒത്തൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരിടാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നമ്മളിപ്പോൾ ഉള്ളത് അൽസൈഫ് ബീച്ച്, അൽസൈഫ് കോർണിഷ് എന്ന ജിദ്ദയിൽ നിന്ന് കുറച്ചൊരു 55 കിലോമീറ്റർ 60 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ സീനറി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ പിന്നെ ഫാമിലി ഒത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഓക്കെ, ഞാൻ ലൊക്കേഷൻ കമൻസ് ഇടുന്നതാണ് ഇൻഷാ അല്ലാ. ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ള സെറ്റപ്പാണല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ചെറിയൊരു ഔട്ടിങ് കം ഡിന്നർ എന്നൊരു രീതിയിൽ ചെയ്തതാണ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻസ് സജഷൻസ് എല്ലാം നിങ്ങൾ തരണം ഇൻഷാ അല്ലാ. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.